മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ ആരോപണങ്ങൾ സമ്പൂർണ്ണമായി പൊളിയുന്നു. സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി കോ ഡയറക്ടർ സഞ്ജയ് കുമാർ സംഭവത്തിൽ മാപ്പ് പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവരവും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിവരവും താരതമ്യം ചെയ്തപ്പോൾ പിശകുണ്ടായി എന്നാണ് കുറ്റസമ്മതം. തങ്ങളുടെ ടീമിന് തെറ്റുപറ്റിയെന്ന് സഞ്ജയ് കുമാർ ഏറ്റുപറഞ്ഞു. CSDS കണക്കുകളെ ഉദ്ധരിച്ചാണ് മഹാരാഷ്ട്രയിൽ വോട്ടട്ടിമറി ഉണ്ടായി എന്ന് രാഹുൽ ആരോപണം ഉന്നയിച്ചത്. കോൺഗ്രസ് നേതാവ് പവൻ ഖേര ഉൾപ്പെടെയുള്ള നേതാക്കൾ സഞ്ജയ് കുമാർ പങ്കുവച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉപയോഗിച്ചിരുന്നു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ കണക്കുകൾ തയ്യാറാക്കിയ ആ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു പ്രൈവറ്റ് ഏജൻസി അവർ തന്നെ സമ്മതിക്കുകയാണ്. CSDSൻ്റെ ഡയറക്ടർ തന്നെ പറയുന്നു ഈ കണക്കുകൾ താരതമ്യം ചെയ്തതിൽ തെറ്റുപറ്റിയെന്ന്. ഈ കണക്കുകൾ ഉദ്ധരിച്ചാണ് രാഹുൽ രാജ്യവ്യാപകമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കാഹളം മുഴക്കിയത്. ഇപ്പോൾ അവർ തന്നെ മാപ്പ് പറയുന്നു. അപ്പോൾ ഇനി രാഹുൽ എന്തു പറയും? വിനോദ്, ഈ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഇവിടെ അത് പൊളിഞ്ഞു വീഴുന്നത്. കാരണം ഈ ലോക് നീതി CSDS പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ട്, അത് കോൺഗ്രസിന് വേണ്ടി കൂടിയാണ് അവരത് ചെയ്തത്. ആ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് പവൻ ഖേരയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കളും ഈ വിഷയം ചർച്ച ചെയ്തതും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉപയോഗിച്ചതും BJPക്കെതിരെ ആരോപണമായി ഉന്നയിക്കുകയുണ്ടായതും. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിവരമനുസരിച്ച് സഞ്ജയ് കുമാർ, ഈ CSDSന്റെ കോ ഡയറക്ടർ, ഇപ്പോൾ പറയുന്നു തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, തങ്ങൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന തങ്ങളുടെ ആരോപണം അത് തങ്ങൾക്ക് പറ്റിയ പിശകായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മാപ്പ് പറഞ്ഞ് കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഈ സഞ്ജയ് കുമാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവരവും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിവരവും താരതമ്യം ചെയ്തതിൽ പിശകുണ്ടായി എന്നാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. തങ്ങളുടെ ടീമിന് തെറ്റുപറ്റിയെന്ന് സഞ്ജയ് കുമാർ പറയുന്നു. വ്യാജ പ്രചരണം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും സഞ്ജയ് കുമാർ പറയുന്നു. ഇതേ CSDSന്റെ കണക്കുകളെ ഉദ്ധരിച്ചാണ് ഈ രാഹുൽ ഗാന്ധി രാജ്യമാസകലം നടന്ന് ഇത്തരത്തിൽ ഈ പ്രസ്താവനകൾ നടത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിർത്തുകയും ചെയ്തത്. അതിനാൽ തന്നെ CSDSന്റെ കോ ഫൗണ്ടർ നടത്തിയ കുറ്റസമ്മതം രാഹുൽ ഗാന്ധിയുടെ മുഖമടച്ചുള്ള അടികൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഒരു കാര്യം ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്ന്, ഈ സഞ്ജയ് കുമാറിനെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ് ഈ സഞ്ജയ് കുമാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇയാൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മാപ്പപേക്ഷ പോലും അതും ആത്മാർത്ഥമാണ് എന്ന് കരുതാൻ വയ്യ. കാരണം ഈ CSDS എന്ന് പറയുന്നത് ഈ നേരത്തെയൊക്കെ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവർ ചില പഠനങ്ങൾ നടത്തും, അല്ലെങ്കിൽ ചില സർവേകൾ നടത്തും. CSDSന്റെയൊക്കെ നമ്മൾ കരുതിയിരുന്നത് വളരെ ആധികാരികമാണ് ഇവരുടെ സർവേകൾ എന്നുള്ളതാണ്. മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമങ്ങളുമെല്ലാം ഇവരെ ആശ്രയിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ തെറ്റുപറ്റി എന്ന് ഈ സഞ്ജയ് കുമാർ പറയുമ്പോൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിയാണ് ഈ സഞ്ജയ് കുമാർ എന്നുള്ളത് അടിവരയിട്ട് നമുക്ക് പറയേണ്ടി വരും. കാരണം മനഃപൂർവ്വം ബോധപൂർവം സംശയമുണ്ടാക്കാൻ വേണ്ടി അവർ തന്നെ കൂടിയാലോചിച്ച്, ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുമായി പോലും കൂടിയാലോചിച്ച് ആദ്യഘട്ടത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പുറത്തുവിടുകയും അത് വലിയ ചർച്ചയാവുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യണമെന്നടക്കം പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വരികയും ചെയ്ത് അവസാനം തിരിച്ചടി കിട്ടി അവർ പിൻവാങ്ങുന്നതാണ്. അത് തന്നെ അവരുടെ ഒരു തന്ത്രമാണ് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. കാരണം ഈ സഞ്ജയ് കുമാറിനെ പോലെയുള്ള ആളുകൾക്ക്, അതോടൊപ്പം തന്നെ സഞ്ജയ് കുമാറിനെ പോലെയുള്ള വ്യക്തികൾക്ക് CSDSന് അങ്ങനെ തെറ്റ്, ഗുരുതരമായ തെറ്റ്, അതും ഒറ്റ നോട്ടത്തിൽ ഗുരുതരമായ തെറ്റ് എന്ന് പറയാവുന്ന തെറ്റ് സംഭവിക്കും എന്ന് കരുതുക വയ്യ. ആ തെറ്റാണ് അവർക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തെറ്റ് അവർ ഏറ്റു പറയുമ്പോൾ തന്നെ നമ്മൾ സംശയിക്കുന്നത് അതിന് വലിയ അടിത്തറയുണ്ട് ആ സംശയത്തിന്. കാരണം ഇയാൾ ബോധപൂർവം രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് ആദ്യം ഒരു കണക്ക് പുറത്തുവിട്ടു,
പിന്നീട് സമയമായപ്പോൾ തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അത് കൈയോടെ പിടിക്കപ്പെടും എന്ന് ബോധ്യമായപ്പോഴാകണം അത് തെറ്റേറ്റ് പറഞ്ഞ് പിൻവാങ്ങുകയും ചെയ്യുന്നു സഞ്ജയ് കുമാറും CSDS എന്ന് വേണം കരുതേണ്ടത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ രാജ്യത്താരെ വേണമെങ്കിലും വിശ്വസിക്കാം, പക്ഷേ ലോക് നീതി CSDSനെയും സഞ്ജയ് കുമാറിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഒരു പക്ഷേ ഇത് രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് അവർ നടത്തിയ ഒരു പ്ലാനിങ്, ഒരു സ്ട്രാറ്റജി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് പാളിപ്പോയി എന്ന് തോന്നിയ ഘട്ടത്തിലായിരിക്കണം, അത് പിടികൂടപ്പെടും എന്ന് തോന്നിയ ഘട്ടത്തിലായിരിക്കണം ഇപ്പോൾ സഞ്ജയ് കുമാർ മാപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നത്. ഇതുപോലെ പഠിച്ച കള്ളന്മാർ CSDS അല്ലാതെ ഈ രാജ്യത്ത് വേറൊരു ഏജൻസി കാണില്ല. ഈ തെരഞ്ഞെടുപ്പ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന വിലയിരുത്തുന്ന റിപ്പോർട്ടർമാർക്ക്, മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതാണ് ഈ CSDSും ലോക് നീതിയും ഒക്കെ എത്രത്തോളം കണ്ണടച്ച ആളുകൾ വിശ്വസിച്ചിരുന്നതാണ് എന്ന്. ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച് അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ ബോധപൂർവം തന്നെ ചെയ്തിട്ടുള്ളതാകണം. അത് രാഹുൽ ഗാന്ധിക്കും അതിൽ കൈയുണ്ടാകണം എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. പിടിക്കപ്പെടുമെന്നായപ്പോൾ അവർ പിൻവാങ്ങിയതാകാം. കാരണം സഞ്ജയ് കുമാർ നടത്തിയിരിക്കുന്നത് നിസ്സാരമായ കാര്യമല്ല. ഈ രാജ്യം മുഴുവൻ ഏതാണ്ട് 12 ദിവസമായി ഈ ആറ്റം ബോംബെന്ന ഓലപ്പടക്കം പൊട്ടിച്ച് രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ നടക്കുന്നു. പ്രിയങ്ക ഗാന്ധി മിൻഡാദേവി എന്ന ടീഷർട്ട് ധരിച്ച് കളത്തിലിറങ്ങുന്നു. ലക്നൗ സ്വദേശിയായ ഒരു വ്യക്തി, അയാൾക്ക് 4 സ്ഥലങ്ങളിൽ വോട്ടുണ്ട് എന്ന പ്രചാരണം നടത്തുന്നു. ഒരു സന്യാസി ശ്രേഷ്ഠന് അവരുടെ ആശ്രമത്തിലെ ആളുകളുടെ വോട്ട് അത് അയാൾക്ക് 100 മക്കളുണ്ട് എന്ന് പറഞ്ഞു പരത്തുന്നു. ഇങ്ങനെ പല വാദങ്ങളും ഉയർത്തിയാണ് ഇവർ മുന്നോട്ട് പോയത്. ഇപ്പോൾ പവൻ ഖേരയുടെയൊക്കെ എക്സ്പോസ്റ്റ് നമ്മൾ കയറി നോക്കി, എക്സ് ഹാൻഡിലിൽ നമ്മൾ കയറി നോക്കി. പൂച്ച പെറ്റ് കിടക്കുന്ന കാഴ്ചയാണ് പവൻ ഖേരയുടെ എക്സ് ഹാൻഡിലിൽ കാണാൻ സാധിക്കുന്നത്. സഞ്ജയ് കുമാർ ഡിലീറ്റ് ചെയ്തതിൻ്റെ തൊട്ട് പിറകെ ഈ രേഖകൾ, ഈ ഡോക്യുമെൻറ്റുകൾ പവൻ ഖേര അടക്കം ഡിലീറ്റ് ചെയ്ത് മുങ്ങുന്ന കാഴ്ച അതേ ഇപ്പോൾ കയറി നോക്കിയാൽ കാണാൻ കഴിയും. പവൻ ഖേരയുടെയൊക്കെ എക്സ് ഹാൻഡിലുള്ള ഏതൊരാൾക്കും, ഏതൊരു ഇന്ത്യൻ പൗരനും, ഏതൊരു മലയാളിക്കും ഇപ്പോൾ കയറി സഞ്ജയ് കുമാർ CSDS എന്നടിച്ചു കൊടുത്താൽ ആ വലിയ മാപ്പപേക്ഷ നമുക്ക് കാണാൻ സാധിക്കും. 2, പവൻ ഖേരയുടെ എക്സ് ഹാൻഡിലിൽ കയറി നോക്കിയാൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള മലയാളികൾ ഉണ്ടെങ്കിൽ പവൻ ഖേരയുടെ ഈ എക്സ് ഹാൻഡിലിൽ കയറി നോക്കിയാൽ അയാൾ ഡിലീറ്റ് ചെയ്ത് മുങ്ങിയ അതും നമുക്ക് കാണാൻ സാധിക്കും. ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും കേരളത്തിലെ പാർട്ടി അണികൾക്ക് വേണ്ടിയല്ല, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും അണികൾക്ക് വേണ്ടിയല്ല, വിവരവും വിദ്യാഭ്യാസവുമുള്ള, ഇനി രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു വേള ശരിയാണോ എന്ന് തെറ്റിദ്ധരിച്ച സാധാരണക്കാരായ വോട്ടർമാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ വലിയ ചർച്ച നടത്തിയ മാധ്യമങ്ങളുണ്ട് കേരളത്തിലെ മലയാള. ശ്രീകാന്ത് തുടരുക. BJP ദേശീയ വക്താവ് ശ്രീ ടോം വടക്കൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം ശ്രീ ടോം വടക്കൻ. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, CSDSൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നു, തെരഞ്ഞെടുപ്പുകളെ അവലോകനം ചെയ്തതിൽ പിശകു പറ്റി എന്ന് പറഞ്ഞ് അവർ സമൂഹ മാധ്യമങ്ങളിലിട്ട കണക്കുകളെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ CSDSൻ്റെ കണക്കുകൾ വെച്ചാണ് രാഹുൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്വതന്ത്ര സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്താൻ ശ്രമിച്ചത്. അന്ന് മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഇത് തെറ്റാണ്, പറയുന്ന കണക്കുകൾ യാതൊരു അടിസ്ഥാനവുമില്ല, നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ രേഖാമൂലം നൽകണം. ഇതൊന്നും പറയാതെ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത ഒരു സ്വകാര്യ ഏജൻസിയുടെ കണക്കെടുത്തിട്ട് എല്ലാം ഇരട്ട വോട്ടാണ്, കള്ളവോട്ടാണ് എന്ന് പറഞ്ഞു നടക്കുന്ന രാഹുലിനുള്ള മറുപടി ഇനി എന്താണ്? കാരണം ഈ പഠനം നടത്തിയവർ തന്നെ തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ ശ്രീ ടോം വടക്കൻ. ഈ ഓർഗനൈസേഷന്റെ ഫണ്ടിങ് എല്ലാം ക്ലിയർ ആയിട്ട് ഫോർഡ് ഫൗണ്ടേഷനും പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും അവരെ ഫണ്ട് ചെയ്തിരുന്നു. അത് ബേസിക്കലി ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു നെറേറ്റീവ് ആയിരുന്നു. അത് കാസ്റ്റ് ഇഷ്യൂസിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അത് ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിനെ ആംപ്ലിഫൈ ചെയ്ത് അതിലുമുപരി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കാസ്റ്റ് സിസ്റ്റത്തിനെ ഇഗ്നോർ ചെയ്ത് ആ നെറേറ്റീവ് ബിൽഡ് ചെയ്യാനാണ് സഞ്ജയ് ആൻഡ് കമ്പനി ഏർപ്പെട്ടത്. സഞ്ജയ് പല ടെലിവിഷൻ ചാനൽസിലും ചെന്നിരിക്കാറുണ്ട്, പാനൽ ഡിസ്കഷൻസിൽ ഇരിക്കാറുണ്ട്. ഞാൻ കക്ഷിയുടെ ഡിബേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ പൊസിഷൻ നോക്കിയപ്പോൾ അന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇയാള് ഒരു നെറേറ്റീവിന്റെ ഭാഗമാണ്. ഇന്ന്
കാര്യങ്ങൾ ക്ലാരിഫൈ ആയപ്പോൾ ഇന്റർനാഷണൽ ടെലിവിഷനിൽ പുള്ളി അപ്പോളജൈസ് ചെയ്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി ആ നെറേറ്റീവിനെ ആംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചു തെറ്റി. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ എല്ലാ ഇക്വേഷൻസും പ്രസന്റേഷൻ ചെയ്തതും എല്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പറ്റി. ഇലക്ഷൻ കമ്മീഷൻ എല്ലാ വിഷയത്തിനെ പറ്റി ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിച്ചിരിക്കുന്നു. ഇതുവരെ ഒരു ഇലക്ഷൻ കമ്മീഷണറും ഈ വിഷയത്തിൽ ഇത്ര ക്ലാരിറ്റിയിൽ സംസാരിച്ചിട്ടില്ല. എല്ലാതും പബ്ലിക് ഡൊമെയിനിൽ അവരിട്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് അഫിഡവിറ്റ് സൈൻ ചെയ്യണം, എവിഡൻസ് ഉള്ളത് കയ്യിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അതിന്റെ എന്താ പറയാ റിയാക്ഷൻസ് പലതും ഉണ്ടാവും. ഇലക്ഷൻ കമ്മീഷന് ചില പവേഴ്സ് ഉണ്ട്. തീർച്ചയായും ഈ തരം ക്യാമ്പയിൻ രാഹുൽ ഗാന്ധിയുടെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആണ്. ഇതിലും ഉപരി അലഹബാദ് കോർട്ട് രാഹുൽ ഗാന്ധിയുടെ സിറ്റിസൺഷിപ്പും ഇൻഫർമേഷൻ കിട്ടിയ ബേസിസ്മേ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യല്ല, അത് റെക്കോർഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡെസ്പറേഷൻ ആണോ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ റിയാക്ഷൻസ് വരുന്നത്? കാരണം ഇതിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു, ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ ഫോറിൻ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ റെക്കോർഡിൽ ഇയാള് ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. അപ്പൊ ആ പരിഭ്രമത്തിലാണോ കക്ഷി ഈ തരം എന്താ പറയുക ക്യാമ്പയിൻ ആന്റി സ്റ്റേറ്റ്, ആന്റി ഇലക്ട്രൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ എതിരും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കക്ഷി വിട്ടിട്ടില്ല. സുപ്രീം കോർട്ട് ആയാലും ഇലക്ഷൻ കമ്മീഷൻ ആയാലും ഇന്ത്യൻ ആർമി ആയാലും ഇന്ത്യൻ നേവി ആയാലും ഇന്ത്യൻ എയർഫോഴ്സ് ആയാലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെ കക്ഷി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോർട്ട് പറഞ്ഞത് കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. ഇന്ത്യൻ സിറ്റിസൺ ഒരിക്കലും ഈ തരം ബിഹേവിയറിൽ ഇൻഡൾജ് ചെയ്യില്ല. തീർച്ചയായും ഇത് മാറ്റർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. രാഹുൽ ഗാന്ധി ഹാസ് ടു അപ്പോളജൈസ് ടു ദ നേഷൻ മാത്രമേ ഞാൻ പറയുള്ളൂ. അതെ, വളരെയധികം നന്ദി ശ്രീ ടോം വടക്കൻ. അതായത് വിദേശ ഫണ്ടിങ് പോലും ഈ ഏജൻസിക്ക് ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് BJP ദേശീയ വക്താവ് ടോം വടക്കൻ പങ്കുവച്ചത്. അങ്ങനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും പൊളിയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും സംബന്ധിച്ച കണക്കുകൾ അവലോകനം ചെയ്ത CSDS എന്ന് പറയുന്ന ഒരു ഏജൻസി അവർക്ക് തന്നെ തെറ്റുപറ്റിയെന്ന് അതിൻ്റെ ഡയറക്ടർ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇവിടെ നേരത്തെ സംസാരിച്ച BJP ദേശീയ വക്താവ് ടോം വടക്കൻ പറഞ്ഞു വിദേശ ഫണ്ടിങ് വരെ ഈ ഏജൻസിക്കുണ്ട് എന്നുള്ളതാണ്. BJP ദേശീയ സെക്രട്ടറി ശ്രീ അനിൽ ആൻ്റണി അവസരത്തിൽ ചേരുന്നു. ശ്രീകാന്ത് തുടരുക. ശ്രീ അനിൽ ആൻ്റണി, എന്തായാലും CSDSൻ്റെ മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു അവർക്ക് തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തതിൽ പിശക് പറ്റി എന്നുള്ളത്. ഇത്രയും ദിവസം ഏകദേശം 9 ദിവസത്തോളം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി ബീഹാറിലടക്കം വലിയ പ്രചാരണം നടത്തുകയായിരുന്നു. പക്ഷേ ആ പഠനം നടത്തിയ ഏജൻസി തന്നെ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുന്നു. ഇനി രാഹുൽ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് പറയേണ്ടതല്ലേ ശ്രീ അനിൽ ആൻ്റണി? വളരെ നന്ദി. ഇന്ന് CSDS പറഞ്ഞതിൽ വലിയ അതിശയിക്കാനൊന്നുമില്ല. കാര്യം 2014 തൊട്ട് ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് അവർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പിന്നെയും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെല്ലാം ഇന്ത്യൻ ജനത വളരെ വ്യക്തമായി തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2019 തന്നെ അദ്ദേഹം റാഫേൽ എന്നും പറഞ്ഞ് കുറെ നാൾ നടന്നു. പക്ഷെ സുപ്രീം കോർട്ട് തന്നെ അത് തള്ളിക്കളഞ്ഞു. ഇന്ത്യൻ ജനത 2019 ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാരിന് ഈ മോഡേൺ എറയിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയം കൊടുക്കുകയും ചെയ്തു. 2024 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ആദ്യം രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവരും EVM-നെ ആയിരുന്നു കുറ്റപ്പെടുത്താൻ നടന്നത്. ഇനിയിപ്പോൾ അതും അതിലൊരു സത്യാവസ്ഥയുമില്ലെന്ന് എല്ലാവർക്കും തിരിച്ചറിഞ്ഞതോടെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സിറ്റുവേഷനാണ്.
ഇന്ന് രാഹുൽ ഗാന്ധി പല സ്ഥലങ്ങളിലും പോയി ഇലക്ഷൻ കമ്മീഷനെതിരെ സംസാരിക്കുന്നു. വാസ്തവവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് പല ഇപ്പം വിദേശ ശക്തികളും അതുപോലെ വിദേശ ശക്തികൾ ഇന്ത്യയെ ബലഹീനമാക്കാനും അതുപോലെ ഇന്ത്യയിൽ ഒരു ഇവിടെ ഒരു പല രീതിയിലും ഡീസ്റ്റെബിലൈസ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരുപാട് പേരുമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി കൈകോർക്കുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ സ്ഥാപനങ്ങളിലൊന്നായ ഇലക്ഷൻ കമ്മീഷനെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണെന്ന് രാഹുൽ ഗാന്ധി ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രുമെന്റ്സിലൊന്നായ ഈ CSDS തന്നെ ഇപ്പൊ പറയുന്നു, ഇപ്പൊ മഹാരാഷ്ട്രയെ കുറിച്ച് പറഞ്ഞതിൽ ഒരു വാസ്തവമില്ലെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും അതുപോലെ ദേശീയ തലത്തിലും എല്ലാം രാഹുൽ ഗാന്ധി ഒരു തെറ്റായ ഒരു നറേഷൻ, അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു തെറ്റായ നറേഷൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം വാസ്തവവിരുദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ഗണേഷ് കുമാർ തന്നെ വളരെ വ്യക്തമായി ഇന്ത്യയിലെ ഇലക്ഷൻ പ്രക്രിയയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യൻ ജനത വളരെ വ്യക്തമായി വീക്ഷിക്കുകയും ചെയ്തു. ഇന്ത്യൻ ജനതയ്ക്ക് ഇലക്ഷൻ കമ്മീഷനിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന സർക്കാർ ഇന്നത്തെ കാലത്ത് എല്ലാ സ്ഥാപനങ്ങളെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരവരുടെ ചുമതല ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യ ഇന്ന് ഡെമോക്രസിയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയാണ്, ഡെമോക്രസിയാണ്. അപ്പോൾ ഇതിനെയെല്ലാമാണ് ഇന്ന് രാഹുൽ ഗാന്ധി തുടർച്ചയായി ഇലക്ഷനുകൾ തോൽക്കുമ്പോൾ 2014, 2019, 2024 അത് കഴിഞ്ഞ് വന്നിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ ഡൽഹി ആയാലും മഹാരാഷ്ട്ര ആയാലും ഹരിയാന ആയാലും ഇവിടെ എല്ലാം പരാജയപ്പെട്ട് ഇന്ന് വിഭ്രാന്തി പൂണ്ട് ഇന്ന് ഇന്ത്യൻ സ്ഥാപനങ്ങളെ ബലഹീനമാക്കാനും അതുപോലെ തന്നെ ഇന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുകൾ അതിനെ ക്രെഡിബിലിറ്റി കുറച്ച് ഇന്ന് ഇന്ത്യൻ ജനതയെ തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നത്. ഇതെല്ലാം വളരെ തെറ്റായ കാര്യങ്ങളാണ്. ഇന്നലെ CSDS മാപ്പ് പറഞ്ഞതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും മാപ്പ് പറയേണ്ടത് തന്നെയാണ്. ഇന്ന് അതിന് പകരം അദ്ദേഹം ബീഹാറിൽ പോയി ഒരു യാത്ര നടത്തുകയാണ്. എന്തോ ഇലക്ഷൻ അട്ടിമറിച്ചു എന്ന് പറഞ്ഞൊരു യാത്ര. ഇതെല്ലാം വെറും ബീഹാർ ഇലക്ഷൻ കണ്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പിന്റെ നയങ്ങളാണ്. പക്ഷെ ഇതെല്ലാം അദ്ദേഹം മാറ്റിവെച്ച് അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പ് പറയണമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. തീർച്ചയായും. അതായത് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് BJP ദേശീയ സെക്രട്ടറി ശ്രീ അനിൽ ആന്റണി പങ്കുവെക്കുന്നത്. ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, ഇങ്ങനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി തെറ്റായ വിവരങ്ങൾ അത് പ്രചരിപ്പിച്ച് അത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിട്ട CSDS ഇപ്പോൾ തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുന്നു. പക്ഷേ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാമോ? കാരണം ഒരു സ്വതന്ത്ര ഏജൻസി, രാജ്യത്തെ തന്നെ ഏറ്റവും സ്വതന്ത്ര സംവിധാനം, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ എന്ന് പറയാം, കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവരെ മുൾമുനയിൽ നിർത്തുന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച CSDSനെതിരെ എന്ത് നടപടി ഇനി ഉണ്ടാകുമെന്ന് കരുതാം? ശ്രീകാന്ത്. വിനോദ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് CSDS അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് വീഴ്ച പറ്റുന്ന സംവിധാനമല്ല. അതാദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വളരെ ക്രെഡിബിളായി വളരെ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്, ഏജൻസിയാണ് CSDS. അവരൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണ ബോധ്യത്തോടെ തികഞ്ഞ ഉത്തരവാദിത്തോടെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതിനർത്ഥം രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ CSDS പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി എന്തുകൊണ്ട് ഈ സഞ്ജയ് കുമാർ ഇത് തിരുത്തുന്നു എന്ന് ചോദിച്ചാൽ, സഞ്ജയ് കുമാറിന് 100% ഉറപ്പാണ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വന്നാൽ തങ്ങൾ കുടുങ്ങും എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 7 ദിവസത്തെ സാവകാശം കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക്. അത് തിരുത്താൻ തയ്യാറാകാത്ത പക്ഷം അന്വേഷണം നിയമ നടപടിയിലേക്ക് പോകും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സഞ്ജയ് കുമാറിന് വളരെ നന്നായി അറിയാം തങ്ങൾ പോകാൻ പോകുന്നത് ഇരുമ്പഴിക്കുള്ളിലേക്കാണ് എന്ന്. സഞ്ജയ് കുമാർ താൻ എന്താണോ ചെയ്തു കൂട്ടിയത് അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് സഞ്ജയ് കുമാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പക്കാ ഗൂഢാലോചനയുടെ ഭാഗമായി സഞ്ജയ് കുമാറും CSDSും മാറി എന്ന് അടിവരയിട്ട് പറയാം. കാരണം
ഈ തെരഞ്ഞെടുപ്പ് മേഖലയിൽ നിരീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് മേഖലയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം CSDS എന്താണെന്നും അവരുടെ ക്രെഡിബിലിറ്റി എന്താണ് എന്നുള്ളതും. കോ ഡയറക്ടർ തന്നെ പറയുന്നു തനിക്ക് തെറ്റുപറ്റി എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇവരുടെ സംഘടനയുടെ ഇവരുടെ ഏജൻസിയുടെ രേഖകൾ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കമ്മീഷനെ സ്വാഭാവികമായും നിയമ നടപടി സ്വീകരിക്കാം. അത് CSDSനെതിരെ സ്വീകരിക്കാം, സഞ്ജയ് കുമാറിനെതിരെ നടപടിയെടുക്കാം. രാഹുൽ ഗാന്ധിക്കെതിരെ 7 ദിവസത്തെ സമയത്തിനുള്ളിൽ സത്യവാങ്മൂലവും തെളിവും നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാം. ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് പ്രിയങ്ക ഗാന്ധിയോട് പോയി ഒരു ചോദ്യം ചോദിച്ചിരുന്നു മാധ്യമങ്ങൾ. ആ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് തെളിവ് നൽകാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, പ്രതിപക്ഷ നേതാവ് എന്തിനാണ് തെളിവ് നൽകുന്നത്, വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഈ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശം നൽകുകയും ഈ തെളിവുകൾ വ്യാജമാണെന്ന് തെളിയുകയും ചെയ്താൽ രാഹുൽ ഗാന്ധി അടക്കം നിയമ നടപടി നേരിടുകയും രാഹുൽ ഗാന്ധിക്കടക്കം വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനാൽ കൂടിയാണ് അവർ ഈ തെളിവ് ഹാജരാക്കാതെ മുങ്ങി നടന്നത് എന്ന് പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി ചെയ്തത് അക്ഷന്തവ്യമായ കുറ്റമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. CSDS മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു. ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടത്, വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ അവകാശം എന്നുള്ളത്. അത് സ്ട്രെസ് ചെയ്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ചും ആയിരിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പറഞ്ഞത്. നമുക്ക് അല്പസമയത്തിനകം ഒരു പക്ഷേ ആ ബൈറ്റ് കൂടി നമുക്ക് കട്ട് ചെയ്ത് ജനം TV പ്രേക്ഷകരെ കേൾപ്പിക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ബ്രിട്ടീഷ് പൗരത്വമുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന ഒരു സൂചനയായിരിക്കാം ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. അതായത് അദ്ദേഹം ജ്ഞാനേഷ് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശം എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. സ്വാഭാവികമായും അതിൽ BJP സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം ജയചന്ദ്രൻ മാസ്റ്റർ. ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം അത് പൊള്ളയാണ്, കള്ളത്തരമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പഠനം നടത്തിയ CSDS എന്നുള്ള ഏജൻസിയുടെ ഡയറക്ടർ തന്നെ ക്ഷമാപണം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയും മാപ്പ് പറയേണ്ടത് രാഹുലല്ലേ ജയേന്ദ്ര മാസ്റ്റർ? നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഭാരതത്തിലെ ജനതയ്ക്കും പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ആ പാർട്ടിക്കും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ അദ്ദേഹത്തെ ഇരിക്കാൻ അനുവദിക്കേണ്ടി വന്നു എന്നുള്ളത്. നോക്കൂ, ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായും രാഷ്ട്രീയമായും പൊതുജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തസ്തികയാണ്. ആ തസ്തിക കൈകാര്യം ചെയ്യുന്ന ഒരാള് ധാർമ്മികമായും രാഷ്ട്രീയമായും പാലിക്കേണ്ട ഒട്ടനവധി മര്യാദകളുണ്ട്. ഈ രാജ്യത്തിന്റെ വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നോക്കൂ, ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിക്കൂ. യാതൊരു ലജ്ജയുമില്ലാതെ തെറ്റുകളും അബദ്ധങ്ങളും നിരന്തരം വിളിച്ചു പറയുകയും തെറ്റുകളുടെയും അബദ്ധങ്ങളുടെയും മുകളിൽ കയറി നിന്നുകൊണ്ട് രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? ഭാരതത്തിന്റെ അതിർത്തിയിൽ നിന്നും ചൈന 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി അത് അവർ കട്ടെടുത്തു കൊണ്ടുപോയി എന്ന് പറയുകയും അതിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ചെന്ന് അപഹാസ്യനാവുകയും ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. അതുമാത്രമല്ല, ഈ സംഭവം ഉണ്ടായതിനു ശേഷം തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരോ വധിക്കാൻ വരുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് കോടതിയുടെ മുമ്പാകെ പരാതി കൊടുക്കാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തയ്യാറായി. ആ അബദ്ധം മനസ്സിലാക്കിയ അവസാനം അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടിയും വന്നു. ഈ നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ആ തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും പുറത്തു വന്ന ഏറ്റവും വലിയ വൃത്തികേട് എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ പരമോന്നതമായ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയ്ക്ക് അബദ്ധങ്ങളുടെയും വ്യാജമായി കെട്ടിപ്പൊക്കിയ ആരോപങ്ങളുടെയും മുകളിൽ ആറ്റം ബോംബ് പൊട്ടാൻ പോകുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെയും രാഷ്ട്രത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഈ ക്രൂരമായ ഇതിന് അദ്ദേഹം മാപ്പ് പറയുക എന്നുള്ളത് മാത്രമാണ് അനിവാര്യമായിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ മാപ്പ് പറയണമെന്ന് തന്നെയാണ് BJPയുടെ നേതാക്കൾ പ്രധാനമായും ആവശ്യപ്പെടുന്ന. BJP സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്ററാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത്.